വചനം പറയുന്നു, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ ആമേൻ ഹല്ലേലൂയ അവന് ചുറ്റും നിന്നു. ഓരോരുത്തർക്ക് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് അവർ ഹല്ലേലൂയ പറന്ന് ആരാധിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ. ആലയത്തിലായിരിക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, വചനം പറയുകയാണ്, 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് അവർ പാദം മൂടി, 2 കൊണ്ട് ഹല്ലേലൂയ അവർ ഹല്ലേലൂയ യഹോവയാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്നിങ്ങനെ ഓർത്ത് ആരാധിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം ഈ ആലയത്തിന്റെ അങ്കണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവ മഹത്വം ഈ ആലയത്തിന്റെ അങ്കണത്തിൽ നിറഞ്ഞു ഹല്ലേലൂയ തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ് രാജാവേ. ഓ ഹല്ലേലൂയ. അവിടുത്തെ അത്യന്ത ശക്തിയുടെ മറവിൽ തന്റെ മക്കളെ എവിടുന്ന് മറച്ചിരിക്കുന്ന വിധങ്ങൾക്കായി നന്ദി രാജാവേ. ഹല്ലേലൂയ. എന്ന പകൽക്കാലം വരെ ശുദ്ധീകരണത്തിന്റെ പകലാക്കിയിരിക്കുകയായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്റെ ജനം എന്ന പകൽക്കാലം ഹല്ലേലൂയ തുള്ളിയും ചാടിയും ആരാധിക്കുന്ന ഒരു പകലാകട്ടെ. രോഗശാഖതകൾ അഴിയട്ടെ, ബന്ധന പോരുകൾ അഴിയട്ടെ, കുടിയിരിപ്പിന്റെ വ്യാപാരങ്ങൾ തന്റെ മക്കളെ വിട്ട് എന്ന പകൽക്കാലം മാറി പോകട്ടെ. ശിരസിന്റെ കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ സ്വർഗം പൊട്ടിക്കുന്നതിനായി നദിയോടെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ഉറഗക്ഷാരബ വൈശാരബ ഇടമന റിഗബക്ഷാരബ ദവാരബാരബക്ഷാരബ ഇടമന ഹക്ഷസ്യാരബ ശുഡമാരബാരബ. ഹല്ലേലൂയ. വചനം പറയുന്നു, കാൽമൂടി 2 കൊണ്ട് പറന്നു. ആമേൻ. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ. ആമേൻ. സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു ആമേൻ പറയുവാനിടയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സർവ്വഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം നാം ആമേൻ പാർക്കുന്ന പട്ടണത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം നാം ആലയത്തിലായിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയാണ്, സകല ഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലെ, പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ദൈവത്തിന്റെ മഹത്വം ഉള്ളത് കൊണ്ടല്ലയോ ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലം ഈ തിരുവാലയത്തിൽ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. സർവ്വഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? ആമേൻ. ഹല്ലേലൂയ. പല പട്ടണങ്ങളിലും പല ഇടങ്ങളിലും ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അനർത്ഥങ്ങൾ കുടിവാഴുന്നത്, അപകടങ്ങൾ കുടിവാഴുന്നത് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രതിസന്ധികൾ ഏറി വരുന്നത് ആമേൻ. ഹല്ലേലൂയ. ദൈവമഹത്വം ഇല്ലായ്ക കൊണ്ട്, ദൈവമഹത്വം വെളിപ്പെടുവാൻ ഇടമില്ലാത്തത് കൊണ്ട് യേശുവേ നന്ദി. ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഇടമില്ലാതിരിക്കുന്നത് കൊണ്ട്, മ്ലേച്ഛതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട്, ശുദ്ധീകരണം വന്നിട്ടില്ലായ്ക കൊണ്ട്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശുദ്ധീകരണമുള്ളിടത്ത് ദൈവാത്മാവ് വസിക്കുവാനിടയായി തീരും. ദൈവമഹത്വം നിറഞ്ഞു നിൽക്കുവാനിടയായി തീരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എവിടെയൊക്കെ ശുദ്ധീകരണമുണ്ടോ അവിടെയൊക്കെ ഹല്ലേലൂയ ദൈവമഹത്വം നിറഞ്ഞു നിൽക്കുവാനിടയായി തീരും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായി ഇരിക്കുന്നത് ഏറെ ഇഷ്ടം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു
ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായി ഇരിക്കുന്നത് ഏറെ ഇഷ്ടം. അവിടെ ഒരു ദൈവ മഹത്വമുണ്ട്. ദൈവ പൈതലേ, അവിടെ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. പ്രതിസന്ധികൾ ഏറി വരുന്നുവെങ്കിൽ ഓർത്തുകൊള്ളണമേ, ദൈവമഹത്വം വിട്ടുപോയിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ചിന്താ വിഷയം. പ്രതികൂലങ്ങൾ ഏറി വരുന്നുവെങ്കിൽ ഓർത്തുകൊള്ളണമേ, ദൈവമഹത്വം വിട്ടുപോയിരിക്കുന്നു. ദൈവ സാന്നിധ്യം കെട്ടുപോയിരിക്കുന്നു. ദൈവാത്മാവിന് പ്രവർത്തിപ്പാൻ ഇടമില്ലാതിരിക്കുന്നു. ദൈവാത്മാവ് ഖേദിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. ഇവിടെ വചനം പറയാണ്, അവൻ സർവ്വഭൂമിയും ദൈവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും, എൻ്റെ ദേശത്ത് ദൈവമഹത്വമുണ്ട്, എൻ്റെ കുടുംബത്തിൽ ദൈവമഹത്വമുണ്ട്, ഹല്ലേലൂയ, എൻ്റെ ആലയത്ത് ദൈവമഹത്വമുണ്ട് എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ദൈവമഹത്വം ഉള്ളിടത്ത്, ഹല്ലേലൂയ, അന്ധകാര തേർവാഴ്ചകൾ കുടി വാഴുകയില്ല. ദൈവ പൈതലേ, ദൈവമഹത്വം ഉള്ളിടത്ത്, ദൈവാത്മാവ് വസിക്കുന്ന ഇടത്ത്, ഹല്ലേലൂയ, ദൈവം, ഹല്ലേലൂയ, ഏറ്റെടുത്തിരിക്കുന്ന ഇടത്ത്, ദൈവം നേതൃത്വം വഹിക്കുന്ന ഇടത്ത് പ്രതികൂലങ്ങൾ ഇരിക്കത്തില്ല, പ്രശ്നങ്ങൾ ഇരിക്കത്തില്ല, പോരാട്ടങ്ങൾ ഇരിക്കത്തില്ല, രോഗങ്ങൾ ഇരിക്കത്തില്ല. യേശുവിന്റെ നാമം ക്ഷേമെടുക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തിന് മഹത്വം കരകയറ്റിയാട്ട്, ദൈവം, ഹല്ലേലൂയ, നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. നിങ്ങളുടെ മേൽ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്, ഹല്ലേലൂയ, വേണ്ടുന്ന ആരാധന കൊടുത്താട്ട്, ഹല്ലേലൂയ, നിങ്ങളിൽ ദൈവപ്രസാദം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നതിനായി നന്ദി. വചനം പറയാണ്, ഹല്ലേലൂയ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വചനം പറയാണ്, അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. അവർ ആർക്കുന്ന ശബ്ദത്താൽ, യേശുവിന്റെ നാമത്തിൽ ഉടമന റിഗബ ശരബ വശരബ ഉടമന ശസ്യര ഓരോല ശരബ വശരബ രബ ഇടമന ശസ്യര. ഈ ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്താൽ ഇന്ന് പകൽക്കാല നടയടഞ്ഞ പ്രതിബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടു പോ. യേശുവിൻ നാമം ജയം, യേശുവിൻ നാമം ജയം. ഉടമന റിഗബ ശരബ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയെന്ന് വചനം പറയുക. ഹല്ലേലൂയ. വഴിയടഞ്ഞ ഭാര്യകൾ യേശുവിൻ നാമത്തിൽ പൊട്ടി മാറുന്ന പകലാണ് ഇന്ന് പകൽക്കാലം. ഇവിടെ സാരാഭുകള് ആരാധിക്കുന്ന ഒരു പകലാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് വചനം പറയുക. കർത്താവ്, ഹല്ലേലൂയ, ക്രൂശിൽ പ്രാണനെ വിട്ടപ്പോൾ, ആമേൻ, മന്ദിരത്തിലെ തിരശ്ശീല മേഘൽ തൊട്ട് അടിവരെ ചീന്തി മാറിയതുപോലെ ഇന്ന് പകൽ വേളയിൽ, ആമേൻ, ഹല്ലേലൂയ, ഇവിടത്തെ ആരാധനയുടെ ശബ്ദത്താൽ നടയെ കെട്ടിയ ഭാര്യകള് യേശുവിന്റെ നാമത്തിൽ ഇന്ന് കേട്ട് പൊട്ടി മാറിയോ. യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാരെ പൊട്ടിമാരെ യേശുവിൻ നാമത്തിൽ
ഉടമന റികബോറബ ഓഷോറബറബ ഉടമന ഓഷോറബ. ഹല്ലേലൂയ. വചനത്തിന്റെ ആധികാരിക ഹല്ലേലൂയ ഉൾത്തടത്തിൽ വെളിപ്പെട്ടുവെങ്കിൽ അതിന്റെ മർമ്മം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. വചനം പറയുന്നത് ആമേൻ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ ഹല്ലേലൂയ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറയുവാനിടയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തെ കണ്ടവർക്ക്, ദൈവത്തെ അനുഭവിക്കുന്നവർക്ക് അറിയാം ഹല്ലേലൂയ നമ്മെ എങ്ങനെ ശുദ്ധീകരിക്കണമെന്ന്. ദൈവത്തെ കണ്ടവർക്ക്, ദൈവത്തെ അനുഭവിക്കുന്നവർക്ക്, ദൈവത്തെ പ്രാപിച്ചവർക്ക് അറിയാം ഹല്ലേലൂയ തന്നെത്താൻ എത്രമാത്രം വിശുദ്ധീകരിക്കണമെന്ന്. വചനത്തെ ഹല്ലേലൂയ ഏറ്റെടുക്ക ദൈവത്തിന്റെ പൈതലേ. ഓ ഹല്ലേലൂയ. ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വരട്ടെ. ദൈവാത്മാവ് നിങ്ങളുടെ ഹല്ലേലൂയ ദൗത്യങ്ങളെ ഏറ്റെടുക്കട്ടെ. ദൈവാത്മാവ് വന്നവനറിയാം, വന്നവൾക്കറിയാം തന്നെത്താൻ എത്രമാത്രം ശുദ്ധീകരിക്കപ്പെടണമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരാൾ പറഞ്ഞിട്ടല്ല ശുദ്ധീകരിക്കുവാനുള്ളത്. തന്നെത്താൻ ശുദ്ധീകരിക്കപ്പെടണം, തന്നെത്താൻ വിശുദ്ധരായി തീരണം, തന്നെത്താൻ ഹല്ലേലൂയ നീതിയുടെ മാർഗങ്ങളെ തിരഞ്ഞെടുക്കണം. ഇവിടെ വചനം പറയുക ഹല്ലേലൂയ ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ഹല്ലേലൂയ അധരങ്ങളുള്ളവരുടെ നടുവിൽ ഞാൻ പാർക്കുന്നു എന്ന് പ്രമാണം നമ്മെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ നാവിന് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ശുദ്ധീകരണം വരണമെങ്കിൽ ദൈവാത്മാവ് നമ്മുടെ നാവുകളെ സ്പർശിക്കണം. ഹല്ലേലൂയ. തീയുടെ അടയാളം നമ്മുടെ നാവിന്മേൽ വരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എങ്കിൽ നാം എന്തെങ്കിലും പറഞ്ഞാൽ ഹല്ലേലൂയ ദൈവനാമത്തിൽ പ്രസ്താവിച്ചാൽ അത് ക്ഷണത്തിൽ നടക്കുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വചനം പറയാണ് ഹല്ലേലൂയ ഒരു കുടിൽ കൊണ്ടൊരു തീക്കനൽ എടുത്ത് എന്നെ നാവിനെ തൊടുവിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോഴാണ് ബോധം വരുന്നത് ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആരുടെ മേലെല്ലാം ആവസിക്കുന്നുവോ അവർക്ക് കുറ്റബോധം വെളിപ്പെടും, പാപബോധം വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കരയേറ്റ് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രമാണം ഇങ്ങനെ പഠിപ്പിക്കുക ദൈവത്തിന് മഹത്വം കൊടുക്കുകയാൽ ആമേൻ. പ്രൈസ് ഗോഡ്. രാജാവിന് വന്ന നാശത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആമേൻ. ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുകയാണ് എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് നിന്റെ നാവിനെ തൊട്ടതിനാൽ ഹല്ലേലൂയ നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുകയാണ്, നിന്റെ അകൃത്യം മാറിപ്പോയിരിക്കുകയാണ് എന്ന് പറയുവാനിടയായി. ഏതാണ് ഈ തീക്കനൽ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം കാണുന്ന കാഴ്ചപ്പാടുകളെ നാം ചിന്തിക്ക്, അതിന്റെ മർമ്മങ്ങളെ കണ്ടുപിടിക്ക് എന്ന് പകൽക്കാല വചനം പറയാണ്. യഹോവയാം ദൈവം ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവൻ തീയായി വെളിപ്പെടും ദൈവത്തിന്റെ പൈതലേ. അവന്റെ കരത്തിന്മേൽ തീയുണ്ട്, അവന്റെ കരത്തിന്മേൽ കൊടലുണ്ട്, അവന്റെ കരത്തിന്മേൽ ഹല്ലേലൂയ യാഗപീഠത്തിലെ കനലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. വ്യവസ്ഥ ഇല്ലാതവണ്ണം ഈ യാഗപീഠത്തിലെ കനത്തിന്മേൽ ആമേൻ കനലിന്മേൽ ഹല്ലേലൂയ ഒരുവൻ വീണാൽ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. അവൻ ഹല്ലേലൂയ എന്നേക്കുമായിട്ട് ഈ ലോക
അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയാണ് ഒരു ശുദ്ധീകരണം. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ആവശ്യമത്രേ. ഹല്ലേലൂയ. ഒരു ശുദ്ധീകരണം. ഹല്ലേലൂയ. ആ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തുവിനെ ആരാധിക്കണമെങ്കിൽ നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ വണ്ണം ആരും ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നില്ല എന്ന് വചനം പറയുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിയത്തില്ല, ദൈവത്തോട് അടുക്കുവാനും കഴിയത്തില്ല. ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒന്നാണ് ശുദ്ധീകരണം എന്ന് പറയപ്പെടുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആര് നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. നോക്കണമേ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പഠിപ്പിക്കുകയാണ്. അനന്തരം അടിയൻ ഹല്ലേലൂയ ആരെ അയക്കണമേ എന്നുള്ള ആ ശബ്ദം കേട്ടിട്ട് ഇതാ അടിയനെ അയക്കണമേ എന്ന് പറയപ്പെടുന്നതായി കാണുകയാണ്. ശുദ്ധീകരണം വന്നാൽ, ദൈവാത്മാവ് വന്നാൽ, ദൈവത്തിന്റെ കരസ്പർശനം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വേലയിൽ ഇറങ്ങുവാൻ ഒരു ശുഷ്കാന്തി ഉണ്ടാകും, ഒരു എരിവുണ്ടാകും, ഒരു ദാഹമുണ്ടാകും. ഇത് വരായിക കൊണ്ടത്രേ പലരും ഹല്ലേലൂയ ആമേൻ മരവിച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം വചനം ഏറ്റെടുത്ത പ്രാർത്ഥിക്ക ദൈവത്തിന്റെ പൈതലേ. ആമേൻ. ചിലരെയൊക്കെ ദൈവം ശുദ്ധീകരിച്ച് കർത്താവിന്റെ വേലയുടെ തുറമുഖത്തേക്ക് ഹല്ലേലൂയ അഭിഷേകത്തോടുകൂടെ എടുത്തറിയുവാൻ ആഗ്രഹിക്കുന്നവര് പകലത്രേ ഈ പകല്, ഈ അഞ്ചാമത്തെ പകൽക്കാലം ദൈവം ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ശുദ്ധീകരിക്കപ്പെട്ട മന്ദിരത്തിന്റെ വേല ദൈവാത്മാവ് വസിക്കുവാൻ ആഗ്രഹിക്കുക. കളങ്കമില്ലാത്ത ഹല്ലേലൂയ കൂടാരത്തിന്റെ വേല ദൈവാത്മാവ് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു പകലാണ്. ശുദ്ധീകരിക്കുവാൻ മനസ്സുണ്ടോ? ശുദ്ധീകരണം പ്രാപിപ്പാൻ മനസ്സുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. എങ്കിൽ ദൈവം പ്രവർത്തിപ്പാൻ ശൈത്താനത്രേ. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ടാങ്കിലോട് അവർ ആരാധിച്ചപ്പോൾ മരപ്പടിയുടെ അടിസ്ഥാനങ്ങളല്ല കുലുങ്ങുവാനിടയായി. അവർ ഇരുന്നിരുന്ന ഹല്ലേലൂയ ആമേൻ വീട് ഹല്ലേലൂയ മുഴുവന് ആമേൻ ഹല്ലേലൂയ തീനാളത്തിന്റെ അഭിഷേകത്താൽ നിറയുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലയുടെ വചനം പഴയ നിയമത്തിലും വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച ആമേൻ ഹല്ലേലൂയ എന്നോട് എടുത്തു വരുമെങ്കിൽ ഞാൻ നിങ്ങളുടെ മേലെ കർത്താവിനെ ആത്മാവിനെ പകരുമെന്ന് സാക്ഷാൽ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ ഒരു ഉത്തമ സാക്ഷിയാകുവാൻ, ദൈവത്തിന്റെ വേലയുടെ പങ്കുവഹിക്കുവാൻ, ദൈവത്തിന്റെ ഹല്ലേലൂയ സുവിശേഷം അറിയിക്കുവാൻ, ഓ ഹല്ലേലൂയ യൗവന തലമുറകളെ ദൈവം കരങ്ങളിൽ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പകലത്രേ. ഏൽപ്പിച്ചു കൊടുക്ക ദൈവം ഹല്ലേലൂയ നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ഓഹോ യേശുവിൻ നാമം ജയം. Hallelujah, hallelujah. Thank you, Lord. Praise God. Thank you, Jesus. Hallelujah. വചനം പറയുന്നു, ഉസ്സിയ രാജാവ് മരിച്ച ആണ്ട് കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഉസ്സിയ രാജാവ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നാം ഏതിലാണ് നമ്മുടെ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നുവോ, ഏതിലാണ് നമ്മുടെ വിശ്വാസം വെച്ചിരിക്കുന്നുവോ, ഏതിലാണ് നാം ആശ്രയം ഊന്നിയിരിക്കുന്നുവോ, ആമേൻ ഹല്ലേലൂയ, അവ നമ്മെ വിട്ട് മരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവ നമ്മെ വിട്ട് മാറണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവയിലുള്ള ആശ്രയം നാം വിട്ടുകളയണം. അപ്പോഴാണ് ദൈവത്തിന്റെ ആശ്രയം
നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. അപ്പോഴാണ് ദൈവത്തിന്റെ ചൈതന്യം നമ്മുടെ മേൽ ഇറങ്ങുന്നത്. അപ്പോഴാണ് ദൈവം നമ്മെ ആദ്യമായി സ്നേഹിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്നലെ വരെയുള്ള സ്നേഹമല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതന്റെ മേൽ വെളിപ്പെട്ടു വരുന്നത് ഒരു പ്രത്യേക സ്നേഹം. ഹല്ലേലൂയ. ഒരു പ്രത്യേക തലോടല്. ഹല്ലേലൂയ. പ്രത്യേക ഒരു കരസ്പർശനം ആമേൻ വെളിപ്പെടുവാനിടയാകും. പ്രിയ ദൈവത്തിന്റെ പൈതലെ, നാം ഏത് വേദിയിലായിരുന്നാലും ഏതിടത്തിലായിരുന്നാലും ഒന്നാം സ്ഥാനം ക്രിസ്തുവിന് കൊടുക്കുക. ഒന്നാം സ്ഥാനം യേശുവിന് കൊടുക്കുക. ഇവിടെ മാത്രമല്ല, ഈ ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളുടെ ഭവനത്തിന്റെയും പടിവാതുക്കലുള്ള കെട്ടുകളെ ഇന്ന് പകൽക്കാലം സ്വർഗം പൊട്ടിക്കുക. വചനം പറയുന്നു, ഉസിയ രാജാവ് മരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. നമ്മെ നിലനിർത്തുന്നുവെന്നോ, നമ്മെ പരിപാലിക്കുന്നുവെന്നോ, നമുക്ക് വേണ്ടി കരുതുന്നുവെന്നുള്ള ആ ചിന്താമണ്ഡലങ്ങൾ മരിക്കണം. ഹല്ലേലൂയ. ആ ചിന്താഗതി നമ്മെ വിട്ടുപോകണം. എങ്കിലും പകൽക്കാലം ദൈവം നമ്മുടെ മേൽ കർത്തവ്യം ഏറ്റെടുക്കുന്ന പകലത്രേ. അകത്തും പുറത്തും ഹല്ലേലൂയ ദൈവ സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ച് നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇവിടെ ഉള്ളത് കൊണ്ട്, നമ്മെ നിയന്ത്രിക്കൊണ്ട്, അളവില്ലാത്ത ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.